പശ്ചിമബംഗാൾ ഗവർണർ സി.വി. ആനന്ദ് ബോസ് മുർഷിദാബാദിലെ കലാപബാധിത മേഖല സന്ദർശിച്ചു. ഇരകൾക്ക് നീതിയും സമാധാനവും ഉറപ്പാക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കി. ദേശീയ വനിതാ കമ്മീഷൻ സംഘവും കലാപബാധിതരിൽ നിന്ന് മൊഴിയെടുത്തു. മാൾഡയിലെ പുനരധിവാസ ക്യാമ്പുകളിലെത്തി കലാപബാധിതരെ കണ്ട ശേഷമാണ് ഗവർണർ സി.വി. ആനന്ദ് ബോസ് ഇന്ന് കലാപം പൊട്ടിപ്പുറപ്പെട്ട ദുലിയാനിലെത്തിയത്. കലാപത്തിന്റെ ആഘാതം നേരിട്ട് വിലയിരുത്തിയ ഗവർണർ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചു. ആശങ്കകൾ പരിഹരിക്കുമെന്നും വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഗവർണർ ഉറപ്പു നൽകി. ദുരിതബാധിതർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും നീതിയും സമാധാനവും ഉറപ്പാക്കുമെന്നും ഗവർണർ. This should never happen again. People are in a state of panic. A fear psychosis runs around. We should re-establish normalcy there, give people the confidence that there is somebody to protect them, and also take all steps to see that such things are warded off in future. Violence and corruption. These are the two major issues which go against the stability, peace and harmony in West Bengal. കലാപബാധിത മേഖലയിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയ ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രത്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കലാപബാധിതരിൽ നിന്ന് ഇന്നും മൊഴിയെടുത്തു. അതേസമയം കലാപത്തെ വർഗീയവൽക്കരിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് BJP ആരോപിച്ചു. മുർഷിദാബാദിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് 60 FIR-കൾ രജിസ്റ്റർ ചെയ്തു. 273 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. 24 ഡൽഹി.